5 മണിക്കൊന്നും കാര്യമില്ല ബ്രോ. ഇത് അതുകൊണ്ട് യാതൊരു ബന്ധമില്ലെന്ന് എനിക്ക് ഒരു ദിവസം ഓടിച്ചേക്കും മനസ്സിലായി. ചന്ദ്ര, നീ കൂടുതൽ സംസാരിച്ചാൽ ഞാനേ കുമളിയിൽ ഒരു സ്വിഫ്റ്റ് മേടിക്കാൻ പോയ കഥയുണ്ട്, അത് ഞാൻ പറയും. പിന്നെ പറ, സംസാരിക്കട്ടെ. ഞാനും പറയും ബ്രോ, അതായത് ബഗ് മറ്റേ പണി ചെയ്തോണ്ട് ഫസ്റ്റ് ദിവസം റിവേഴ്സ് എടുത്ത് നേരെ കൊണ്ട് ലോറി ഇടിച്ച മോനാണ്. അല്ലല്ല, ഞാൻ ഇവനോട് പറഞ്ഞിട്ട് ഞാൻ ഇവനോട് മര്യാദക്ക് പറഞ്ഞേ ബാബു, ഞാൻ രാത്രി ലൈവ് ഇടുക. നമുക്ക് ഈ വണ്ടിയും സാധനങ്ങളൊക്കെ മേടിക്കുന്ന സമയത്ത് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ, പോയി എടുക്കണം അങ്ങനത്തെ ഒരു. ഞാൻ ഇവനോട് പറഞ്ഞ്, എടാ രാവിലെ പോവാ, എന്നാൽ രാത്രി ആയപ്പോ അഡ്വാൻസ് കൊടുത്തിട്ട് ഇല്ല പോവാ, എനിക്കിപ്പോ പോവാ. ഞാൻ പറയാം, ഞാൻ ലൈവ് വേണ്ടത്, നീ 2 മോൺസ്റ്റർ മേടിക്കും. ആ സമയത്ത് നമ്മളവിടെ മോൺസ്റ്റർ ഒക്കെ സ്റ്റോക്കാ. രാത്രി 2 മോൺസ്റ്റർ ഒക്കെ അടിച്ച് ഞാനും ഇവനും വിഷ്ണു സതീഷ് അല്ലേടാ. റീൽസ് എന്നിട്ട് ഇവൻ വരാന്ന് പറഞ്ഞു. ഇവൻ ഇറങ്ങാൻ നിന്നപ്പോടാ. എന്നിട്ട് ഞാന് പപ്പാടെ വണ്ടിയിലാ പോണത്. പപ്പാക്ക് മേടിച്ച് കാറിനകത്ത് ഞങ്ങൾ 3 പേരുടെ പോയി. ചെന്നിട്ട് ഞാൻ പറഞ്ഞ അളേ, ഞാൻ ഇവനോട് ആദ്യമേ പറഞ്ഞു, എടാ എനിക്ക് വണ്ടിയുടെ ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റേ, കാരണം ഞാനും ഒരുപാട് കാറിനും കൂടെ ഉള്ളത് ബൈക്കിലായിരുന്നു ഫുള്ള്. അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞു, എനിക്ക് ഡീറ്റെയിൽഡ് ഇതൊന്നും അറിയത്തില്ല. അല്ല, അതാണ് പറഞ്ഞത്. എന്റെ അടുത്ത് ഞാൻ ചെന്നിട്ട് എനിക്ക് വണ്ടി തന്നടാ, എന്റെ സ്വിഫ്റ്റ് ആയിരിക്കുന്നത്. ഈ സ്വിഫ്റ്റ് കയറിയപ്പോ ഉണ്ടല്ലോ റോഡിനോട് ഒട്ടിയിരിക്കുന്നു. ഞാൻ അവനോട് ചോദിച്ചപ്പോ പറയാന്നേ, മോഡിഫൈ ചെയ്ത് ലോർ ചെയ്ത് വെച്ചിരിക്കുന്നു, ഏറ്റപ്പോ സാധനമല്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞാണോ, അതാടാ ബമ്പൊക്കെ ചാടുമ്പോ ഒരു ഭയങ്കര കുതിപ്പത്. ഞാൻ അവനോട് പറഞ്ഞു, അതങ്ങനെ മോഡിഫൈ ചെയ്ത് താത്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ വന്ന് വണ്ടി പൊക്കി നോക്കിയപ്പോഴേ വണ്ടിക്ക് 4 സസ്പെൻഷൻ ഇല്ല. കമ്പില് ചാരി വെച്ചിരിക്കുന്നത് മറ്റേ വണ്ടിയുടെ ഷോക്കിന്റെ അവിടെ. അപ്പൊ തന്നെ മാറ്റിയില്ലേ, അത് മാറ്റിയപ്പോ വണ്ടി റെഡിയായി. എന്നിട്ടേ അവൻ കോയിലോസ് ഇട്ടേക്കുവാന്ന് പറഞ്ഞ 50,000 രൂപ കൂട്ടി മേടിച്ചു. അതും കൊടുത്തിട്ടാ വന്നത്. അത് പറയാൻ ലൈവായിട്ട് പറയാൻ മടിയാ. അല്ലല്ല, കോയിലോസ് അല്ല. അല്ല, ഇവ അന്ന് എന്റെ അടുത്ത് പറഞ്ഞു, വണ്ടി എടുത്ത് വന്ന നിർത്തി വളയ്ക്കണം, സ്പീഡി വളച്ചാൽ തീർന്നു വണ്ടിയിൽ സസ്പെൻഷൻ. അങ്ങനല്ല, നീ ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ. വണ്ടി ഇവൻ മേടിക്കുമ്പോ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല, ഒന്നുമില്ല. ഞാൻ എന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയാവോടാ, ഇവന് വണ്ടി ഓടിച്ച് പരിചയമില്ല കേട്ടോ. ഞാൻ റിസ്ക് അങ്ങ് എടുത്ത് പപ്പാടെ വണ്ടി നോക്കിയാ അവന് അറിഞ്ഞൂടാ, ഇവൻ വണ്ടി ഓടിച്ചിട്ടേ ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇവന്റെ കാർ ഞാൻ ഓടിച്ചിട്ട്, പപ്പാടെ കാറാകുമ്പോ പുതിയ വണ്ടിയല്ലേ, ഫുള്ളി ഇൻഷുർഡ്. ഞാൻ പറഞ്ഞ്, ഇൻഷുറൻസുകാർക്ക് കൊടുക്കാൻ ഒരു വീലോ അലോയോ എന്തെങ്കിലും തന്നാ മതി, നിന്റെ വണ്ടി ഞാൻ എന്തായാലും അവിടെ വീട്ടിലെത്തിക്കാന്ന് പറഞ്ഞ് പുതിയ കാർ പയ്യനെ ഏൽപ്പിച്ച് വിട്ട്. എന്നിട്ട് ഞാൻ മറ്റേത് കൊണ്ടാ വന്നത്. എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മറ്റേത് ഒക്കെ പോയാൽ തീർന്നില്ലേ. അല്ല, നിങ്ങൾക്ക് കർണാടകത്തിൽ ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാം വണ്ടി എടുത്തിട്ട് നമ്മൾ ആ സ്റ്റേയിൽ വന്നിട്ട് നമ്മൾ ആ ഹോട്ടലിൽ കിടന്ന് ഉറങ്ങിയില്ലേ നിങ്ങളെല്ലാരും ഈകളെ. അന്ന് വന്നിട്ട് നമ്മള് വണ്ടി എടുത്ത്, അതായത് കാർ മേടിച്ചിട്ട് നിന്റെ വണ്ടി കൊണ്ട് നമ്മളവിടെ പാർക്കിങ്ങിൽ ഒതുക്കിയിട്ട് നമ്മള് കഴിക്കാൻ കയറിയില്ലേ, ഇല്ല ഉറങ്ങാൻ പോയില്ലേ. അന്നേരം നമ്മൾ നല്ല ഉറക്കം ഉണ്ടായിരുന്നല്ലോ. പക്ഷെ നിങ്ങൾ ഉറങ്ങിയ സമയത്ത് എക്സൈറ്റ് മൂത്ത് ഞാൻ എന്റെ വണ്ടി എടുത്തോണ്ട് റൗണ്ട് ഓടിച്ചിട്ടൊക്കെ വന്നേ. അവർ രാത്രി റിസ്ക് എടുത്തോട്ടോ, കഴപ്പ്. രാത്രിയില്ല, അതൊരു ഉച്ചയ്ക്കായിരുന്നു. രാവിലെ എത്തി അവിടെ. ഉച്ചയ്ക്കായപ്പോഴത്തേക്ക് ഞാൻ ഓടിച്ചപ്പോഴാളിയാ എനിക്കൊരു കോൺഫിഡന്റ് ആയേ. അപ്പം അളിയാ വണ്ടിന്റെ അപ്പുറ സൈഡ് പോയാലും കുഴപ്പമില്ല, ഒരു സൈഡ് ഉണ്ടല്ലോ. അത് ശരിയാ, ഡ്രൈവ് സീറ്റും വീലും മതി നമുക്ക് പോവാനേ. അയ്യോ, അതൊരു ആലോചിക്കുമ്പോ പേടിയാണ്. ഇപ്പൊ എങ്ങനെ 140 കിലോമീറ്റർ, 130. ബാബു, നിങ്ങൾ വിചാരിക്കണ പോലല്ല കുമളി പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ. എനിക്ക് മനസ്സിലായി എയർപിനോ, അതല്ല സസ്പെൻഷൻ ഇല്ലാത്ത വണ്ടി എങ്ങനെ വളഞ്ഞിറങ്ങാൻ അതിലേ കൂടെ. വേറെ കോമഡി, വണ്ടി ടെസ്റ്റ് എടുത്തു. അതായത് ഞാൻ ഈഗിളുടെ ആ വണ്ടി വെച്ചിട്ട് കാര്യം എന്താ പറയട്ടാ, എന്റെ വണ്ടി ഞാനിങ്ങനെ പോവാണ് എന്റെ പപ്പയുടെ കാറില്. അപ്പൊ ബഗ് ബാക്കിൽ നിന്നാണ് വന്നോണ്ടിരുന്നത്. അന്നേരം നമ്മൾ ഓവർടേക്ക് ചെയ്ത് ഒരു വണ്ടി വെച്ച് കീറി പോണാട്ടാ. ബഗ് എന്നൊക്കെ ഇപ്പോഴത്തെ പേര്, അന്നത്തെ പേരെന്ന് പറഞ്ഞാൽ ഒരു സ്വിഫ്റ്റ് 4 വീലും അതായിരുന്നു അന്ന്. അതിനെ ബഗ് എന്നൊന്നും പറയരുത്. ഇപ്പോഴത്തെ ബഗ് അന്ന് ശരിക്കും ബഗ്ഗായിരുന്നു, വണ്ടി ഫുള്ള് ബഗ്ഗായിരുന്നു. വണ്ടി, അങ്ങനത്തെ വണ്ടി ഞാൻ വെച്ച് കീറി, ഞാൻ നോക്കി പുറത്ത് വെച്ച് കീറി പോണേ. എന്റെ ഓമൻ കയറ്റി ഗ്യാപ്പ് അടിച്ച് പോകുന്നേ. ഇപ്പൊ പുറകിൽ എന്റെ പുറത്തൊരു വണ്ടി അതിന്റെ കൂടെ പിടിക്കുന്നേ, അത് മറ്റേ ഫോർച്യൂണറോ എന്തോ ആണ് കേട്ടാ. ഈ പറഞ്ഞ ഈ ബഗ് എന്ന് പറയപ്പെടുന്ന ഈ വണ്ടി 100-ല് പുകയൊക്കെ പടർത്തി പോണ് റോഡേ കൂടി. അപ്പത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് ഇവന്റെ കൊടുത്തു കഴിഞ്ഞാൽ വീഴത്തൂല, എത്ര കാരണം ഇവനും മരിക്കും വണ്ടിയും തീരും. അപ്പൊ ഞാൻ ചന്ദ്രൻ, നീ എന്നിട്ട് അത്രയും വില കൊടുത്ത് വണ്ടി എടുക്കാൻ നീ അവിടം വരെ പോയത്? അളിയ അത്രയും വില ഒന്നും ആയിട്ടില്ല ബാബു, അത്ര വില ഒന്നും അല്ല. പുള്ളി എടുത്ത് പറഞ്ഞറിയോ, ഞാൻ ചന്ദ്രന്റെ ഭയങ്കര ഫാനാ.
ഞാൻ ചന്ദ്രന് വേണ്ടി ഒരു വണ്ടി മാറ്റി വെച്ചിട്ടുള്ളത് പറഞ്ഞ് ചാടിക്കറി തന്നാ. അത് എനിക്ക് തോന്നുന്നു പുതിയ വണ്ടി 6 ലക്ഷം ഇവൻ വാങ്ങിച്ചപ്പോ 4 ലക്ഷം വരും നല്ല ലാഭത്തിന് കിട്ടിയ അതുകൊണ്ട് പറഞ്ഞ പോടാ 3 ആയോണ്ട് ഞാൻ ഈഗിൾ എന്ത് കോൺഫിഡൻസിലാ പോയെന്ന് പറയട്ടെ. നമുക്ക് അതായത് ഇടനിലക്കാരനായിട്ട് ഒരു കൊച്ചു പയ്യനാ നിന്നേ. അതായത് ഈ വണ്ടി സെറ്റ് ചെയ്യുന്ന ആ അത് കൊച്ചു പയ്യനെ അറിഞ്ഞൂടാ. ഫോണിൽ കൂടെ മാത്രമേ സംസാരിച്ചുള്ളൂ. അവിടെ ഒരു ചേട്ടൻ 8ാം ക്ലാസ്സിൽ ഒരു പയ്യൻ വണ്ടി വെക്കാൻ നിൽക്കണം അവിടെ. അങ്ങനെയല്ല പറയുന്നേക്ക്. ഇപ്പൊ ഈ ഗോഗു മുമ്പിച്ചപ്പോ ഞാൻ ഈഗിളെടുത്ത് പറയാണ്, അറിയാ ആ പയ്യൻ എന്നാണ് നമ്മുടെ സബ്സ്ക്രൈബർ. ആ പുള്ളി അത്യാവശ്യം ഏജ് ഉണ്ട്. ഞാൻ ചേട്ടനൊക്കെ വിളിക്കുന്നത്, കോൾ വിളിക്കുമ്പോൾ ഞാൻ ചേട്ടനൊക്കെ വിളിക്കുന്നത് പുള്ളിനെ. അപ്പൊ പുള്ളിയും ഓക്കെ എന്നൊക്കെ നല്ല സൗണ്ട് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ് പുള്ളിക്ക് കാശ് കൊടുക്കാം, പുള്ളി വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് പുള്ളി നമുക്ക് ബസ് കയറ്റി ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പ്ലാനിലാണ് ഞാൻ ഈഗിളും കൂടി പോകുന്നത്. അവിടെ പോയപ്പോഴത്തേക്കും ഞാൻ താഴോട്ട് നോക്കി ഒരു പയ്യൻ വിളിക്കില്ല, അണ്ണാന്ന് മുകളിൽ നോക്കി, അണ്ണാ വണ്ടി കമ്മീഷൻ അടിച്ചോടാ. ഞാൻ വേറെ ഇവന്റെ പ്ലാൻ വെച്ചിട്ട് പുള്ളിക്ക് ഒരു 12,000 രൂപ കൊടുക്കാന്നുള്ള രീതിയായിരുന്നു. 2,000 രൂപ കൊടുത്തായിരുന്നു. അവൻ അച്ഛാന്ന് പറഞ്ഞ് വണ്ടിക്കകത്ത് കയറിയ ചെറുക്കൻ. ചന്ദ്രൻ വണ്ടി എടുത്ത കൂടുതൽ പൈസ പണി ചെയ്ത്. പക്ഷെ ഗോകു കാരണമാണ്, നീ കാരണമാണ് ഗോകു ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ച കേട്ടാ. നീ അപരാധം കാണിച്ചിട്ടാണെങ്കിലും അവർക്ക് എക്സാം ഉണ്ടായിരുന്നു, രാവിലെ തന്നെ പോയാൽ പറ്റുള്ളൂ നീ നിർബന്ധം പിടിച്ച്. ഇവൻ വണ്ടി ഇടിച്ചപ്പോഴെന്ന് അറിയാവോ, ഇവന്റെ വണ്ടി ഇറങ്ങിക്കൊണ്ട് വരുന്നത് ഈഗിൾബ്രോയുടെ കല്യാണത്തിന് എന്തോ ആണ് തോന്നുന്നു. ആണോടാ ചന്ദ്ര? ആ സമയത്ത് എടുത്തിട്ട് ഇറക്കി വന്നിട്ട് ഈഗിൾബ്രോയുടെ വീടിന്റെ ഫ്രണ്ടിലില്ലേ മറ്റേ റോഡ് സൈഡ് മറ്റേ തേരി കയറി വരുന്ന സ്ഥലമില്ലേ റോഡ്, അവിടെ നിന്ന് ഇവിടെ മറ്റേ മാക്കിന്റെ വീട്ടിലോട്ട് കൊണ്ട് നിർത്താൻ വേണ്ടിട്ട് ഒറ്റ റിവേഴ്സ് വരില്ല കേട്ടോ. ഞാൻ വിളിച്ചു വണ്ടിയൊക്കെ ഓടിച്ച് തെളിഞ്ഞു. മറ്റേ ബാക്കിൽ തന്നെ ഒരു ഹെഡ്ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, വലിയ രീതിയിൽ വെളിച്ചം, നല്ല വെളിച്ചമുണ്ട്, എല്ലാം കാണാം. നേരെ കൊണ്ടുവന്ന് ഒരു ലോറി പടവുന്നടി ബാക്ക് ടൈൽ ലൈറ്റ് തെറിച്ചു പോയി. ടൈൽ ലൈറ്റ് ഇടിച്ചിട്ട് വണ്ടി നിർത്തിയോ? ഇല്ല. എന്നിട്ട് അവിടെ വന്ന് നേരെ സൈഡ് മിറർ പിടിച്ച് പൊട്ടിച്ച്. ഇതൊക്കെ നമ്മുടെ കിട്ടണ്ടേ, കളി കൊടുക്കൂലേ? അല്ല, ഞാൻ ഇവന്റെ കൂടെ ആ കാറിൽ എറണാകുളത്ത് പോകാൻ നിന്നതാണ്. അപ്പോഴാണ് എനിക്കൊരു ധൈര്യം ചോദിക്കുന്നത്. അത് ശരി. BMW ഈയിടയ്ക്ക് ആരെയോട് മുത്തി എന്ന് പറയുന്നുണ്ട്. BMW ചെറുതായിട്ടൊന്ന് മുത്തി, വീണ്ടും 10 ലക്ഷം രൂപയുടെ പണി. എടാ, 1 വർഷമായി വണ്ടി പണിയാക്കിയിട്ട്, 1 വർഷം. അത് ശരിയാണല്ലേ? അതാണ് ഉടനെ ഇറങ്ങൂലേ? മറ്റന്നാ കിട്ടൂടാ. ആ വണ്ടി എടുത്ത സമയത്ത് ഇതിനൊക്കെല്ലായിരുന്ന എഞ്ചിനൊക്കെ ഫുള്ള് പണിഞ്ഞല്ലേ അതിന്റെ ഡോൺ ബ്രോ മൊത്തം ആ വണ്ടി എടുത്തിട്ട് 2 വർഷം. അതിന്റെ ഒരു കാര്യം ഞാൻ തന്നെ പറഞ്ഞുതരാം. ആ വണ്ടി എടുത്ത് മൊത്തം നീറ്റായിട്ട് പണിത് വണ്ടി ക്ലീൻ ആക്കി ഇറക്കിയിട്ട് 3-ാമത്തെ ദിവസം കൊണ്ട് ആക്സിഡന്റ് ആക്കി വീണ്ടും പണിയാക്കി. അതല്ല പറയുമ്പോ മൊത്തം പറയണം. വണ്ടി എടുത്തിട്ട് മൊത്തം 2 വർഷം, അതില് വണ്ടി മൊത്തം ഉപയോഗിച്ചത് 2 ആഴ്ച. അങ്ങനെയാണ് ഒരിക്കലും സത്യം പറയണം. കഴിച്ച് ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയട്ടെ. ഈ ജർമ്മൻ കാറൊക്കെ എടുക്കുന്നവര് എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയണെന്ന് വെച്ചാൽ ഷോറൂമിൽ കുറച്ച് ടൈം ഡിലേ ഉണ്ടാവും എന്ന് കരുതി ടൈം സേവ് ചെയ്യാൻ വെളിയിൽ കൊണ്ട് കൊടുക്കുന്നത്. ഞാൻ ഒരു ചെറിയ കഥ പറയാം. ഇതിനകത്ത് ഈ ഒരു നായകനൊരു വലിയ റോളുണ്ട്. ഒരു വലിയ റോളുണ്ട്. ആ റോളോട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു ദിവസം ട്രിവാൻഡ്രം പൊക്കോണ്ടിരുന്നപ്പം BMW ഒക്കെ അല്ലേ, മമ്മിയൊക്കെ കയറി BMW ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. പെട്ടെന്ന് AC വെന്റിനകത്ത് നിന്ന് എഞ്ചിനിൽ നിന്നുള്ള ചൂടടിക്കുന്നത്. AC-ക്കകത്തൂടെ മറ്റേ ഭയങ്കര ചൂടുള്ള കാറ്റ്. ഞാന് അപ്പൊ ട്രിവാൻഡ്രം എക്സ്പേർട്ട് ആയിട്ടുള്ള ബാബുവിനെ വിളിച്ചിട്ട് ബാബു ഏത് വർക്ക്ഷോപ്പാണ് എക്സ്പേർട്ട് പറയപ്പെടുന്ന ബാബുവിനെ വിളിച്ചു. നമ്മുടെ പരിചയത്തിൽ ഒരാളുണ്ട്, കണ്ണും പൂട്ടി BMW ഒക്കെ പണിയും, അവിടെ കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞ ഓക്കെ എന്നാ പിന്നെ അവിടെ ചെന്നപ്പം ഞാൻ വണ്ടിയുടെ ഇത് മാറ്റാം, എന്റെ AC-യുടെ മറ്റേ ഇത് പോയതായിരുന്നു, ആക്ച്വേറ്റർ മാറ്റി ഫിക്സ് ചെയ്ത് പുള്ളി അത് അടിപൊളിയായിട്ട് പണിത് തന്നപ്പോഴത്തേക്കിന് ബാബുവിനെ വിളിച്ചിട്ട് താങ്ക് യു പറയാം. ബാബു പുള്ളി ഇതുപോലെ ഞാൻ പറഞ്ഞു. അന്നേരം ബാബുവിനോട് പറയാം, ഈഗിൾ ബ്രോ ഇത് നമുക്ക് അറിയാവുന്ന ആളെ, എന്തുണ്ടെങ്കിലും പുള്ളി എടുത്ത് കൊടുത്താൽ ഇവിടെയാണ് ഇവിടുത്തെ ഏകദേശം വണ്ടികളൊക്കെ ഇവിടെ പണിയുന്നതെന്ന്. അതും പറഞ്ഞ് വീട്ടിലോട്ട് പോയ അടുത്ത ദിവസമാണ് എന്റെ വണ്ടിക്ക് തുമ്മലും ചീറ്റലും വന്നു തുടങ്ങിയത്. അപ്പൊ എന്താ
ബാബു എക്സ്പേർട്ട് പറഞ്ഞ രീതിയിൽ വർക്ക്ഷോപ്പില് ഞാൻ കൊണ്ടത് വണ്ടി കൊടുക്കുന്നു. എന്റെ വണ്ടിയോ എഞ്ചിൻ ഓവറോൾ ചെയ്യാൻ വേണ്ടിട്ട് ഏകദേശം 6 ലക്ഷം രൂപയുടെ പക്ഷെ അത് എന്നോട് പറഞ്ഞില്ല കേട്ടോ അതിനെ പറ്റി. ഞാൻ പറഞ്ഞ കിടക്കേറി പറയല്ലേ എന്നാലും. എന്നിട്ട് ഞാൻ വണ്ടി കൊണ്ടുവന്ന് ഗൈസ് ഈ പറയുന്ന വർക്ക്ഷോപ്പിൽ വണ്ടി കൊണ്ടുവന്ന് കൊടുത്ത് 6 ലക്ഷം രൂപയുടെ ജെന്യുവിൻ BMW പാർട്സ് ഷോറൂം വഴി മേടിച്ച് കൊടുത്ത് 6 ലക്ഷം രൂപയുടെ പരിപാടി. എന്നിട്ട് ഞാൻ പുള്ളി എടുത്ത് പറഞ്ഞു, ചേട്ടാ ഞാൻ ദുബായിലായിരുന്നു, അപ്പൊ ദുബായിൽ നിന്ന് വന്നിട്ട് വണ്ടി പോയി കാണാന്നുള്ള രീതിയിലായിരുന്നു. ഞാനിവിടെ എല്ലാം ഡീലാക്കി ഇതാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് പുള്ളി പറഞ്ഞ് നമുക്കൊരു ലോഞ്ച് ഡേ വെക്കാം, ലോഞ്ച് ഡേറ്റ്, വണ്ടി ലോഞ്ച് ഒക്കെ ചെയ്യാം, എന്താ അടിപൊളിയായില്ലേ, പെർഫോമൻസ് ഒക്കെ വേറെ ലെവലായിരിക്കും, ആദ്യം ഓടിച്ച വണ്ടി പോലെ ആയിരിക്കത്തില്ലെന്ന്. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തെന്ന് അറിയാമോ, ഞാൻ പുള്ളിയോട് ഒരു ഡേറ്റ് വെച്ചിട്ട് ഞാൻ ദുബായിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് പുള്ളിയോട് ഡേറ്റ് വെച്ചിട്ട് പറഞ്ഞു വരാം. പുള്ളി കുറച്ച് ഒരു 3-4 ദിവസം പുള്ളി ഫോൺ എടുത്തില്ല കേട്ടോ. അപ്പോഴേ എനിക്ക് എന്തോ ഒരു സസ് തോന്നി, ഇത് ഇനി പുള്ളി പണി തന്നതാണോ എന്നുള്ള രീതിയിൽ സസ്. ഞാൻ ഇപ്പൊ വിനീതിനോട് ചോദിച്ചപ്പോ വിനീത് പറഞ്ഞ് നമുക്ക് എന്തായാലും ഡേറ്റിലങ്ങ് പോവാം. പുള്ളിയെ വിളിച്ച് പറഞ്ഞിട്ട് എന്നിട്ട് ഞങ്ങൾ തലേന്ന് വിളിച്ചിട്ട് പറഞ്ഞ് ബ്രോ നമ്മൾ നാളെ വരുമോ, നാളെയാണ് പറഞ്ഞ ഡേറ്റ് എന്ന്. ഞാൻ അങ്ങോട്ട് വീട്ടിൽ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് ട്രിവാൻഡ്രം വരെ ഓടിച്ചെന്നപ്പോ ഉണ്ടല്ലോ, ഞാനൊരു വർക്ക്ഷോപ്പിൽ ചെന്നപ്പം എന്റെ വണ്ടിയുടെ എഞ്ചിൻ ഒരു ചങ്ങലയിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു, 4 ചങ്ങലയിൽ തൂക്കിയിട്ടിരിക്കുന്നു. അതിനകത്ത് അല്ല ഓയിൽ താഴോട്ട് വീഴുന്നു. എന്റെ വണ്ടിയുടെ ബോഡി ഇല്ലേ, ബോഡി വേറൊരിടത്ത് മടക്കിയിട്ടിരിക്കുക, ചാക്കൊക്കെ ഇട്ട് മടക്കി വെച്ചിരിക്കണം. ഞാൻ എന്നിട്ട് പുള്ളിയെടുത്ത് പറഞ്ഞ് അല്ല പുള്ളി എന്റെ അടുത്ത് നേരെ വന്നിട്ട് പറയാണ്, ബ്രോ ദേഷ്യപ്പെടല്ലേ, നമുക്ക് സമാധാനത്തോടെ സംസാരിക്കാം. ഞാൻ പറഞ്ഞ ഓക്കെ സമാധാനത്തോടെ സംസാരിക്കാം. പുള്ളി ലാസ്റ്റ് അവിടെ ചെന്നിട്ട് നേരെ എന്റെ അടുത്ത് പറയുവാണ്, ട്രിവാൻഡ്രത്തെ കാര്യം ഞാൻ പറഞ്ഞേ. പുള്ളി എന്റെ അടുത്ത് പറയാണ്, ബ്രോ എനിക്ക് ഈ വണ്ടി ഈ എഞ്ചിൻ തിരിച്ചു വെക്കാൻ അറിഞ്ഞൂടാ. എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ബ്രോ, എൻ്റെ ഒരു കൂട്ടുകാരന്റെ വർക്ക്ഷോപ്പ് ഉണ്ട്, ഞാൻ അവിടോട്ട് ഫ്ലാറ്റ് ബെഡ് വിളിച്ച് അവിടെ കൊണ്ട് വിട്ടു തരാം, ഈ വണ്ടി പുള്ളിയെ കൊണ്ട് പണിക്കും. ഞാൻ പറഞ്ഞു ഇനി അവിടുത്തെ പൈസ ഞാൻ കൊടുക്കണോ ബ്രോ, എൻ്റെ പൈസ ഇല്ല. ഞാൻ പറഞ്ഞു നിന്റെ പൈസ ഉണ്ടെങ്കിലും ഇല്ലേലും നീ ഇത് പണിത് തരണം. എന്നിട്ട് ഇവൻ അങ്ങോട്ട് നേരെ പോയി ഇവന്റെ ഒരു സ്പാനർ സ്ലിപ്പായി അതിന്റെ ഗ്ലാസ്സിൽ വീണ് ഗ്ലാസ് അങ്ങ് പൊട്ടിച്ച്. സത്യം, ഇത് തമാശയല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയണേ. ഞാൻ അത്രയും വിഷമിച്ചിട്ടുണ്ട് ഈ വണ്ടിയുടെ കാര്യത്തില്. അതില്ലേ വിനീത് കണ്ടായിരുന്നു ഈ ഗ്ലാസ് പൊട്ടിയ വണ്ടി 2 പ്രാവശ്യം അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുന്നത്, പക്ഷെ വിനീതിന്റെ പറഞ്ഞില്ല പുള്ളി. എന്നിട്ടേ ഞാൻ വേറെ കാര്യം പറയാം. എന്നിട്ട് ഈ ഫുണ്ട ഉണ്ടല്ലോ, അവൻ അവിടുന്ന് ഫ്ലാറ്റ് ബെഡിൽ വണ്ടി കയറ്റിയിട്ട് അവന്റെ കൂട്ടുകാരന്റെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അവനാണ് ഇത് ലാസ്റ്റ് പണിത് തന്ന ഈ വണ്ടി. എന്നിട്ട് ഈ വണ്ടി പണിത് തന്നിട്ട്, എടാ നീ ഒന്ന് ആലോചിക്കുക, 6 ലക്ഷം രൂപയുടെ പാർട്സ് എങ്ങോട്ട് പോയി അറിഞ്ഞൂടാ. അത് ബാബുവിന്റെ വണ്ടിയിരിക്കണല്ലേ? അളിയാ ഞാൻ ഒരു കാര്യം ചന്ദ്ര, അത് ഞാൻ പറയട്ടെ ചന്ദ്ര, ഞാൻ ഈടുത്ത് പറഞ്ഞല്ലോ കണ്ണും പൂട്ടി പണിയൂന്ന് പറഞ്ഞല്ലോ. ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ എന്റെ 520 കൊണ്ട് ഞാൻ ഇതുപോലെ പണിയാൻ വേണ്ടി അവിടെ കയറ്റിയാട്ടാ. അത് ജസ്റ്റ് സെൻട്രൽ ലോക്ക് ഇഷ്യൂ കേട്ടാ. ഞാൻ കയറ്റിയിട്ട് തിരിച്ചു വന്നപ്പോ സെൻട്രൽ ലോക്ക് വർക്കിംഗ് അല്ല, ഇൻഫോർടൈൻമെന്റ് വർക്കിംഗ് അല്ല, ഹെഡ്ലൈറ്റ് വർക്കിംഗ് അല്ല. ഞാൻ അപ്പൊ തന്നെ വിളിച്ച് കൊടുക്കല്ലേ എന്ന് പറയാൻ, പക്ഷെ ഈഗിൾ ബ്രോ ബിസി ആയിരുന്നു അന്ന്, അതാ സംഭവം. നീ എന്ത് കണക്കിനാണ് ബാബു അവനെ കൺവിൻസ് ചെയ്ത് കടയിൽ പറഞ്ഞു വിട്ടത്? അല്ലെ ഞാൻ പറഞ്ഞ കണ്ണും പൂട്ടി പണിയെന്ന് പറഞ്ഞത്, കണ്ണുപൊട്ടനായിരിക്കും ഞാൻ വിചാരിച്ചില്ലടാ. അല്ലല്ല ഞാൻ പറയാം, നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഷോറൂമിൽ തന്നെ കൊടുത്ത് പണി. ജർമ്മൻകാർ ഒന്നും ഇവന്മാരെ കൊണ്ടൊന്നും തൊടിയിക്കരുത്. എനിക്ക് ഇപ്പൊ വണ്ടി മര്യാദയ്ക്ക് പണിത് തന്നത് TTS ആണ്, അങ്കമാലി. അവന്മാരാണ് മര്യാദയ്ക്ക് എനിക്ക് വണ്ടി, ഞാൻ പോയി ഓടിച്ചു നോക്കി, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല, നന്നായിട്ട് പണിത് തന്നെ. പക്ഷെ സമയം എടുക്കും, അതാണ് പ്രശ്നം. പക്ഷെ ഇത് എന്താ പറയാ, ഇത് തന്നെ പറ്റിച്ചു കളഞ്ഞു കേസ്. അത് ട്രിവാൻഡ്രത്തുള്ള ഒരു റെപ്യൂട്ടഡ് ഷോപ്പാണ്. അവനെ പൂട്ടി പോയെന്ന് തോന്നാം, പൂട്ടി അല്ല നന്നായിട്ട് പണിതോണ്ടിരുന്നവന്മാരാടാ. പുള്ളിയുടെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് മര്യാദയ്ക്ക് ഉണ്ടായിരുന്ന വർക്ക്ഷോപ്പാണത്. എല്ലാ കഴിവുകളും പറഞ്ഞു കൊടുത്തില്ലെന്ന് തോന്നുന്നു. അല്ല ഈ വണ്ടി ഇത്രയും ഡിലേ ആയതിന്റെ കാരണം ഇതാ കൈ, സത്യം പറഞ്ഞ ഞങ്ങൾ ഇത്രയും നാളായിട്ട് ഇത് ഡിലേ ആയി ഇങ്ങനെ പോയതിന്റെ കാരണം ഞാൻ ഇത് ആരുടെ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഇത് പറഞ്ഞിട്ടില്ല ആരുടെ. നിന്റെ ലൈവ് നിന്റെ ഫേസ് ക്യാമറോട് വരുമ്പോ പിടിച്ചടിച്ചോളും. ബാബു നീ ലൈവല്ലേ? ഞാൻ ലൈവല്ലേ, ഞാൻ ഈ സമയത്ത് മ്യൂട്ട് ചെയ്തിരിക്കായിരുന്നു. ഞാൻ ഫേസ് ക്യാമറ ഓഫ് ആക്കിയായിരുന്നേ. ഞാനും കൂടെ ഇതിലൊരു കാരണമാണെന്ന് അറിയാന്നുള്ളതുകൊണ്ട് ഞാൻ തലവെടിച്ചിരിക്കുന്നു. നമ്മളൊരു വണ്ടി നീ പറഞ്ഞ സന്തോഷം ഡ്രീം പറയാം, നിനക്ക് വണ്ടി എടുക്കാൻ പോകാനുള്ള സന്തോഷം. ആ സന്തോഷത്തിൽ ഞാൻ ഇരിക്കുമ്പോ ചെല്ലുമ്പോ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ഒരു 4 ചങ്ങലൊക്കെ ഇട്ടി തൂക്കിയിട്ടേക്കാന്ന് പറയുമ്പോ അല്ലെ അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? നീ ഒന്ന് ജസ്റ്റ് ആലോചിച്ചേ. നിങ്ങളെല്ലാരും
നിങ്ങൾ എല്ലാരും ലൈവ് കാണുന്ന എല്ലാരും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത ആ ഒരു ഡ്രീം വണ്ടി എടുക്കാൻ ചെല്ലുമ്പോ നിങ്ങളുടെ എഞ്ചിൻ ഇങ്ങനെ തൂങ്ങും. നിങ്ങൾക്ക് ഒരു ക്ലൂ പോലും ഇല്ല, മനസ്സിലായില്ലേ? നിങ്ങളുടെ മൈൻഡില് ഷോറൂം കണ്ടീഷനിൽ ഒരു വണ്ടിയാ. എന്നിട്ട് മാസ് ഡയലോഗും കൂടെ എനിക്ക് തിരിച്ചു വെക്കാൻ അറിഞ്ഞൂടത്. എന്റെ ബൈക്ക് ഞാൻ നോക്കാൻ പോയപ്പോ അവിടെ മതിൽ ചാടി വെച്ചിട്ടുണ്ടായിരുന്നു. എടാ നിന്റെ കാര്യം പറഞ്ഞിട്ട് എടാ ഇവന്റെ വണ്ടിയാന്നല്ലോ ഇവൻ ഒരു അപ്രല മേടിച്ചിട്ട് അതുകൊണ്ട് ഏതോ ഒരു വണ്ടിക്കകത്ത് ഇടിച്ചിട്ട് അതിനെ മറ്റേ ഡ്യൂക്ക് മതിലെ കൊണ്ടിടിച്ചിട്ട് അതിനെ ഒരു ഡ്യൂക്ക് 390 ഷേപ്പിലോട്ട് കൊണ്ടുവന്ന്. അതാര് ആ വണ്ടിയൊക്കെ എങ്ങനെ പണിയും ഇവൻ? ഒരു അപ്രല മേടിച്ചിട്ട് അതെനിക്ക് കണ്ടായിരുന്നു. അപ്രല മറ്റേ നമ്മുടെ കൽക്കി എന്ന് പറയുന്ന മറ്റേ സിനിമയിലെ ഒരു ഫ്യൂച്ചർ ബൈക്ക് ഉണ്ടല്ലോ, ടയർ ഫ്രണ്ടിലോട്ട് നീണ്ടു കിടക്കണത് ഇങ്ങനെ, അതുപോലെ ഇരിക്കുവായിരുന്നു ഇവന്റെ ആക്സിഡന്റ് കഴിഞ്ഞപ്പോ വണ്ടി. ഞാൻ തങ്കച്ചേട്ടനായ ബ്രോ, സത്യം നിങ്ങളൊന്ന് ആലോചിച്ച് എന്ത് വിഷമം ഉണ്ടാവുമെന്ന്. നമ്മൾ അങ്ങനെ പോകുമ്പോഴേ അത് വണ്ടി എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോ നമ്മൾ അങ്ങനെ കാണും, നമ്മളെ പൊന്നെ പോലും കൊണ്ട് നടന്ന വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ അതും നമ്മളെ റാപ്പൊക്കെ എടുത്ത് അലോയ്സ് ഒക്കെ ചെയ്ത് കാർബൺ ഫൈബർ ഹുഡ് അത് ഇത് എല്ലാം ചെയ്ത് അത്രയും ഇതാക്കി വെച്ചിട്ടെ. അളിയാ, അതായത് ഈ വണ്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ പാടമാണ്. ഈ വണ്ടി പണിയാൻ നടക്കണം. സത്യം അത് അല്ല, ഞാൻ പറയാം നേരെ പോയി പുതിയ വണ്ടി ജർമ്മനൊക്കെ മേടിച്ചവർക്ക് ഈ എക്സ്പീരിയൻസ് വരത്തില്ല. പക്ഷെ ഈ വണ്ടിപ്രാന്തിന്റെ പുറത്ത് പോയിട്ട് നമ്മൾ ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിച്ചവർക്കൊക്കെ ഈ എക്സ്പീരിയൻസ് മോസ്റ്റ് ഓഫ് ദ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ അത്രയും നമുക്ക് നേരത്തെ വണ്ടിയെ പറ്റി അറിഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും അറിയാവുന്ന ഒരാളെ കൊണ്ടുപോയിട്ട് മേടിക്കണം. അതാണ് എനിക്ക് ഇത് വണ്ടി വെക്കുന്ന എല്ലാവർക്കും ആദ്യം ഉണ്ടാവുന്ന എക്സ്പീരിയൻസുകളാണ്. എന്റെ വണ്ടി കപ്പൽ പോലെ ആയിരുന്നു. പെയിന്റ് അടിക്ക് 1 വർഷം എടുത്ത്. ചന്ദ്രന്റെ വണ്ടിക്ക് മറ്റേ കസ്റ്റമായിട്ടില്ലേ മറ്റേ ബാക്കിലെ മറ്റേ ഇതുണ്ടാക്കില്ല, ഡിഫ്യൂസർ ഒന്നും ഉണ്ടാക്കിയില്ലേ നീ? അല്ല, നമ്മളെ പ്രശ്നം എന്താ പറയട്ടെ, നമ്മള് വണ്ടി നന്നായിരിക്കണം എന്ന് പറഞ്ഞിട്ട് കാശൊന്നും നോക്കൂല. കടം വാങ്ങിച്ചിട്ടാണെങ്കിലും എന്ത് വേണം, ഏറ്റവും കൂടിയ സാധനം ഇത് വെച്ചോ ഒരു കാശ് ഒരു കുഴപ്പമില്ല, എല്ലാം വെച്ചോ. പക്ഷെ നേരെ തലവത്തര കിട്ടും. കൊറേ പണി അതവിടെ നിക്കട്ടെ, നീ ഒരു സ്റ്റിയറിംഗ് വീൽ മേടിച്ച അളി അത് ഇവിടെ വെച്ചില്ല. അളി അത് ഞാൻ എന്റെ സിം റൈസിംഗ് സെറ്റപ്പ് ചെയ്തോണ്ടിരിക്കുക. ചന്ദ്ര N1 കോൺസെപ്റ്റ് അത് തന്നെ. N1 കോൺസെപ്റ്റ് ഒരു കുഴപ്പമില്ല. ഇവന്റെ വണ്ടിയുടെ സസ്പെൻഷൻ ഒക്കെ നൈസ് അല്ലേ? എനിക്കിതൊരു കുഴപ്പം പറ്റിയിട്ടില്ല. സർവീസ് ചെയ്യായിരുന്നു ഇടയ്ക്ക്. സമയം എടുക്കുമല്ലോ എല്ലാത്തിനും. എന്റെ താർ അക്സസറീസ് എല്ലാം N1 ചെയ്തത്. പുള്ളി അടിപൊളി നൈസ് ആണ്. ചന്ദ്രന്റെ വണ്ടി നീറ്റ്സ് വെക്കാം. 6 lakhs പാർട്സ് പോയോ ബ്രോ? ആക്ച്വലി വണ്ടിക്കകത്ത് ജെന്വിൻ പാർട്സ് ഉണ്ട്. അത് ഞങ്ങൾ റീവെരിഫൈ ചെയ്തായിരുന്നു ഷോറൂമിൽ കൊണ്ടുപോയിട്ട്. പുള്ളി അത് വെച്ച് പിടിപ്പിച്ചു ബ്രോ. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം, ഞാൻ ഈ ലെഗോ ഒക്കെ ഉണ്ടാക്കുമ്പം ഏറ്റവും അവസാനം ഒരു 4-5 പീസ് എക്സ്ട്രാ വരും. അതുപോലെ പുള്ളി എഞ്ചിൻ പണിത് കഴിഞ്ഞപ്പോൾ ഒരു 8 പീസ് എക്സ്ട്രാ വന്ന്. പുള്ളിക്ക് ഇത് എവിടെ വെക്കണോന്ന് അറിയത്തില്ല, എല്ലായിടവും വെച്ച് നോക്കി പുള്ളി. ലാസ്റ്റ് ചെയ്ത് പുള്ളിക്ക് ഇത് എവിടെ വെക്കണോന്ന് അറിയത്തില്ല. അപ്പോൾ വീണ്ടും അടുത്ത വർക്ക്ഷോപ്പിൽ പോയപ്പോൾ വീണ്ടും എഞ്ചിൻ അഴിക്കേണ്ട വന്ന്. എഞ്ചിൻ അഴിച്ച സമയത്ത് വീണ്ടും ഈ ബെയറിങ്ങും അതും ഇതും എല്ലാം വീണ്ടും പോയി, മനസ്സിലായ? പിന്നെയും അടുത്ത അങ്ങനത്തെ ഒരു പ്രശ്നം വന്നു. അതാണ് പ്രശ്നമായി പോയത്. പാർട്സ് എല്ലാം കറക്റ്റ് ക്യാഷ് ഫുള്ള് പേ ചെയ്തോ? ഇല്ല ബ്രോ, ഇല്ലില്ല ബ്രോ, തട്ടിക്കൂട്ടി നമുക്ക് പണി തിറക്കി തന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വണ്ടി ഞാനിപ്പം TTSൽ ഞാനിപ്പോ എന്റെ സ്വന്തം പൈസക്കാണ് ഇപ്പൊ വണ്ടി പണിതോണ്ടിരിക്കണേ. അത് പണിതത് മാത്രല്ല, എത്ര സമയം പോയെന്നറിയോ വണ്ടിയുടെ, എത്ര കാലം അറിയോ? എടാ എന്റെ കല്യാണത്തിന് 1 മാസം മുമ്പ് ഞാൻ എടുത്ത വണ്ടിയാണ് കൈസ്. എന്റെ വീട്ടിൽ അത് കിടന്നത് 1 മാസമാ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാം വർഷമാവണം ഇപ്പോഴും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും പൈസ കൊടുക്കി ആ വണ്ടി 3 വർഷത്തെ ഇൻഷുറൻസ് ഒന്ന് ആലോചിച്ച് നോക്കുന്നത്. 3 വർഷത്തെ ഇൻഷുറൻസ് അതും ഇതും എല്ലാം വേറെ. അത് കൂടാതെ എന്റെ വീട്ടിലൊരു 1 മാസം കിടന്നിട്ടില്ല വണ്ടി. 1 മാസം വീട് വെച്ചില്ലേ നീ? വീട് വെച്ചിട്ടില്ല. വീട് വെക്കണ്ട. പണിയത് ഞാനല്ല പണിയത്. ഇതിപ്പം എന്റെ ബൈക്ക് എടുത്ത് 1 വർഷമായി. ഞാൻ ആകെ വണ്ടി ഓടിച്ച് 2.5 മാസം. എടാ നീ ഒന്നുമില്ല കൊണ്ട് ഇടിച്ചതല്ലടാ പുതിയ വണ്ടി. എടാ നിന്റെ ഇത്തിരി കഴപ്പെങ്കിലും ഇല്ലടാ. അല്ല, അത് ലാസ്റ്റ്. അതിനു മുമ്പ് വണ്ടി എടുത്ത് ഒരു 2 മാസം കഴിഞ്ഞപ്പോ ഞാൻ മറ്റേ ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് അവിടെ വെളിയിൽ വെച്ചപ്പോ പെട്രോൾ തുറന്നു വിട്ട പോലെ അടി കൂടെ പോകുന്നു. അവിടെ നിന്ന് ഫ്ലാറ്റ് ബെഡ് ഒടിച്ച് പൊളിച്ചോണ്ട് പോയി. പിന്നെ ഇവന്റെ വണ്ടി അപ്പുറലായിരുന്നു കേട്ടോ. അതിന്റേതായ കുറെ പോരായ്മകൾ അതിനുണ്ടായിരുന്നു. 3 വർഷമായ കല്യാണം കഴിഞ്ഞിട്ടൊന്ന്. ചെറുക്കൻ 1.5 വയസ്സായി ചെറുക്കന്. സത്യം ധർമ്മം സീനായി. നേരത്തെ ധർമ്മനും പാച്ചസും കൂടെ ഗണ്ണ് പിടിച്ചോണ്ടിരിക്കായിരുന്നില്ലേ ബ്രോ? അത് തന്നെയല്ലേ ഞാൻ കണ്ടത്. അതിനെപ്പറ്റി എനിക്കിപ്പോ സംസാരിക്കാൻ പറ്റില്ല. നിന്നെ എടുത്തുന്നേട്ട് റൂമിട്ട് എടുത്തുന്നേട്ട് നിന്നെ പുറകിരുന്ന് എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ മുല്ലപ്പൂവിന്റെ പരിപാടി. ഇപ്പൊ മറ്റേ ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂ ഉണ്ടല്ലോ, എടാ അത് അവക്ക് എൻഗേജ് ആയിട്ടിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണോന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ ഇപ്പൊ ഇരുന്ന് മുല്ലപ്പൂ, ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂ. 3D പ്രിന്റർ കൊടുക്കാത്ത പ്രിന്റ് ചെയ്യാൻ
ഇപ്പൊ 3D പ്രിന്റർ ഇപ്പൊ 2 ദിവസമായിട്ടുള്ള യൂസ് ചെയ്തല്ലേ ഒരു സാധനം പ്രിന്റ് ചെയ്ത് എടുത്തപ്പോഴത്തേന് എനിക്ക് ഹരം തോന്നി ഞാനേ അത് പറഞ്ഞപ്പോഴാ ഞാൻ മറ്റേ സാധനം പ്രിന്റ് ചെയ്തേട്ടാ ഏതാ മറ്റേത് എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം കുടിക്കാനേ ചില സമയത്ത് നമ്മള് വെള്ളം ഒഴിക്കുമ്പോ അളവ് തെറ്റിപ്പോകൂലേ ഇതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ 8 പേരുണ്ടെങ്കിൽ 8 പേർക്കും ഒരേ അളവിൽ വെള്ളം ഓ പച്ചവെള്ളം കുടിക്കുന്ന മറ്റേ സെറ്റപ്പ് പച്ചവെള്ളം കുടിക്കണം അതിലിപ്പോ എത്ര 8 പേർക്ക് ഒരുമിച്ച് ഒഴിക്കുന്നതാണോ ഉണ്ടാക്കിയത് വെള്ളം 8 പേർക്ക് ഒരുമിച്ചൊഴിക്കുന്നത് അല്ലല്ലേ ഒരാഴ്ച മുമ്പേ ഒരാൾക്ക് കൂടി പോയി പറഞ്ഞ് അടിയായിരുന്നു. എന്താടാ ഇല്ല, 8 പേരുള്ളവര് ഒരാഴ്ച കുടിക്കാം, മുമ്പ് ഒരുമിച്ച്. വേണ്ട 4 സെപ്പറേറ്റ് കുടിക്കട്ടെ ആൾക്കാര്. സെപ്പറേറ്റ് കുടിക്കാൻ നിങ്ങളേട്ടാ മറ്റേ ഇത് പിള്ളിയല്ലേ മറ്റേ വേൾഡ് കപ്പ് ട്രോഫി അത് തുടങ്ങണം, അത് ഇതുവരെ തുടങ്ങിയില്ലടാ. വേൾഡ് ഈഗിൾ ബ്രോ എനിക്കൊരു സാധനം പ്രിന്റ് ചെയ്ത് തരണം. ഈഗിൾ ബ്രോ എനിക്കൊരു ചെറിയ കോഴിയുടെ 3D പ്രിന്റ് ഉണ്ടാക്കി തരണം. ഒരു ചെറിയ ആവശ്യമുണ്ട്, പകുതി മതി. ഒരു ബിസിനസ് പർപ്പസ് പ്രൊമോഷനാണ്. ഗോകുലിന്റെ ഫോട്ടോ എടുക്കുവോ? നമുക്കത് ചെസ്റ്റ് പീസ് പകരം എക്സ്ചേഞ്ച് ഞാൻ തരാം. പോർട്ട്ഫോളിയോ ഓക്കെ ഗോകുലിന്റെ ഫോട്ടോ എടുക്കണേ. കോമഡിക്കുന്നു ഉമ്പിയല്ല, നീ വെറുതെ എടാ ചന്ദ്ര, നീ ഇന്നലെ നിന്റെ നീ എന്തിനു ഒലിപ്പീരാടാ നീ ഒമേകളിലൊക്കെ കേറുമ്പോ? ഞാൻ സിംഗിൾ അല്ലേ, കുറച്ചൊക്കെ ഒലിപ്പിക്കും. അങ്ങനെയാണ് എനിക്കൊരു കഥ പറയാനുണ്ട്. നീ പറ, എന്നിട്ട് ഞാൻ പറയാം. ഇല്ല എനിക്കൊന്നും പറയാനില്ല. അയ്യോ റീസെന്റ് ആയിട്ട് ഈഗിളിനെ കുറച്ച് അമിട്ട് സാധനം കിട്ടി. അയ്യോ നീ പറ. എടാ അത് ഡേറാടാ ചന്ദ്ര, നിനക്ക് അറിഞ്ഞൂടെ? പിള്ളേർക്ക് അറിഞ്ഞൂടല്ലോ ഡേറാണോ അല്ലേന്ന്. ചന്ദ്ര എന്താ വിളിയാ അളിയ പിന്നെ ബ്രേക്ക് സമയത്ത് ഇവൻ കുറച്ച് ഡെയർ എന്നൊക്കെ പറയണ കുറച്ച് സ്റ്റോറി ഉണ്ടായിരുന്നു. അല്ലടാ അത് ഞാൻ കാണിച്ചു തരാടാ. കാണിച്ചു കഴിഞ്ഞാൽ അത് സീനില്ല, ഇവനായിട്ട് കാണിക്കുമ്പോഴേ സീൻ. ഇവന്റെ പഴയ ഫ്രണ്ട്സും കൂടി ചെയ്ത് കൈ കണക്കൂല. മുല്ലപ്പൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. അനാവശ്യ കാര്യങ്ങളിലേക്ക് കാട് കടന്നു പോകുന്നത് ഭയങ്കര ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള പ്രശ്നമാണ്. ഇല്ല ഞാനായിട്ട് ആരുടെയും കുടുംബജീവിതത്തിൽ കൈവെക്കൂല. ഇനി എന്ത് വെക്കാല്ലേ? ഇടക്കിടക്ക് വെക്കും. കഴിഞ്ഞ ദിവസം വീഡിയോ കോൾ ചെയ്ത് വെച്ച് സന്ദറിന്റെ അടുത്ത് എനിക്കിപ്പോ അങ്ങനെ തിരിച്ചു കയറി ഇടപെടൊന്നും പറയാനും പറ്റൂല. എനിക്ക് അത് കിട്ടി എവിടെ പണ്ട് ഞാൻ ഇതെല്ലാം കോപ്പി ആയി കിടക്കോളി, അതാണ് പ്രശ്നം. എടാ ഞാൻ അല്ലേ ഇത് ലൈവ് പറഞ്ഞു ദിലിൻ ഫയൽസ് റിലീസ് ചെയ്യാൻ. മീറ്റ് മിസ്റ്റർ ഈഗിൾ ഗെയിമിംഗ്. എടാ ഇത് അങ്ങനത്തെ പരിപാടി ഒന്നും അല്ലടാ. ഇതൊക്കെ എന്താണെന്നറിയോ? ഇതൊക്കെ നല്ലതാ. പക്ഷെ നിങ്ങൾ കാണുമ്പോ എനിക്ക് ഇപ്പൊ കാണുമ്പോ അതൊക്കെ ആലോചിക്കുമ്പോ ചിരി വരുന്നു, അതാണ് പ്രശ്നം. എങ്കിൽ ഞങ്ങൾ ചിരിക്കാം, കാണിക്കാൻ തരാ. ചിരി മുല്ലപ്പൂ നല്ലതാ പഠിക്കുന്നത്, റീത്തിന് ഉപയോഗിക്കാന്നൊക്കെ ചാറ്റില്. വട്ടത്തിലാണോ ചുറ്റിനെ നോക്കാനെന്ന് ശ്രദ്ധിച്ചു നോക്കിയാ, വട്ടത്തിലാണോ അത് കെട്ടിക്കൊണ്ടിരിക്കുന്നത്, നീളത്തിലാണോ അത്? കഴുത്തിലിട്ട് കൊല്ലാനാട്ടോ. എന്തിനു പറയാ? അയ്യോ അമരയുള്ള ശ്യാം സിംഗ്. ഗോകു ഉണ്ടോ ഇവിടെ? അളിയ ഇന്ന് ഫോർസ് കളിക്കുമ്പോഴേ എനിക്ക് 4 വിരലേ ഉള്ളു കേട്ടോ. ഒരു വിരൽ എന്ത് ചെയ്യാ? അളിയ ഒരു വിരലേ ഞാൻ പറഞ്ഞില്ലേ മുമ്പ് ഒരു സാധനം ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ, അത് ഉണ്ടാക്കിയ സമയത്ത് അളിയ മറ്റേ അത് ഒട്ടിക്കാൻ വേണ്ടിട്ട് മറ്റേ ഫെവിസ്റ്റിക് പോലത്തെ ഒരു വലിയ ഒട്ടുന്ന എടുത്ത് എന്റെ 2 വിരൽ ഇപ്പൊ ഒന്നായിരിക്കണം. അവര് ഒന്നായി അവര്. അത് അളക്കാൻ പറ്റില്ല. വെള്ളത്തിൽ മുക്കി വെച്ചത് ഉപ്പിട്ട വെള്ളത്തില്. നീ ഏത് വെള്ളം പറ്റിയാണ് സംസാരിക്കുന്നത് പറയണത്? ഇടത്തെ കയ്യില് 2 വിരൽ. ഏത് വിരൽ? ചില സമയം ഇടത്തെ കയ്യില് വിരൽ ഒരുമിച്ചിരിക്കുന്നതൊന്നും ഉപകാരപ്പെടേ ഉള്ളൂ കേട്ടോ. കൈയാണോ ബാബു? നീ 5 മിനിറ്റ് നീ ലൈവ് ഇട്ടാ? ലൈവ് നിങ്ങൾ ഫോർസ് കളിക്കേ. മാറ്റി ഇനി നിങ്ങൾ ആവശ്യം പോലെ കേട്ടോ. കഴപ്പ് പെണ്ണിട്ട് പോടാ. നീ എന്താ ആദ്യം ഇറങ്ങിയേ? അളിയ RDR എനിക്ക് നിന്നെ പോലെ തന്നെ അളിയ ഒച്ച കേട്ടൂടാ. അളിയ ഞാൻ നോക്കട്ടെ, എന്റെ സൗണ്ട് ശരിയെന്ന വിശ്വാസം. നീ കേറിയോക്ക്. എടാ അത് നെറ്റിന്റെ ആടാ.